BJP വർഗീയം എന്നുള്ളത് അതൊരു തെറ്റായ വ്യാഖ്യാനമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പതിറ്റാണ്ടുകളായിട്ട്, ഒരു 3 പതിറ്റാണ്ടായിട്ട് ഇതിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്ന് വരെ BJPക്ക് അകത്ത് വേറെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചിന്താഗതിയോ അത് ഒരു പ്രവർത്തന ശൈലിയോ നമുക്ക് ഒരിക്കലും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഈ പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഒരു സ്ഥലത്തും എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ഞാനിതിൻ്റെ അനുഭവിച്ചറിയുന്ന ആൾ പറയണോ അത് കേട്ടറിയുന്ന ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രചരണം കേട്ട് പറയുന്ന ആളുകൾ പറയണോ? BJP വർഗീയമല്ല. BJP ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഭാരതീയത 100% ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിൻ്റെ പൈതൃകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇന്ന് ആ പഴയ കാലത്തെ ചിന്താഗതികൾ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ജനങ്ങൾ 100% ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരുമെല്ലാം ഉൾക്കൊള്ളുന്ന തൃശ്ശൂരായതുകൊണ്ട് അത് 100% ഇവിടുത്തെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും. അതൊരു തർക്കമില്ല, 100%. ഇപ്പോൾ ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയം തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്ന കിരീടം അത് ചെമ്പാണ്, സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഇതുപോലുള്ള ആരോപണം? ഇതിന് തൊട്ടു മുന്നും ഇങ്ങനൊരു ആരോപണം വന്നു, അദ്ദേഹത്തിന് ഒരു ഇരട്ടപ്പേര് വിളിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു, ചെമ്പ് ഗോപി എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിനെ പറ്റിയിട്ടുള്ളൊരു പ്രതികരണം? ഏത് രീതിയിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനതിന് തികച്ചും ബാലിശമായ ഒരു പ്രസ്താവനയായിട്ടാണ് കാണുന്നത്. അത് തികഞ്ഞ അവഗണനയോട് കൂടിയിട്ട് തള്ളിക്കളയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് ഒട്ടും നിലവാരമില്ല. അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ പള്ളിയിൽ കുർബാന കണ്ട് ഇറങ്ങിയതാണ്. ഈ പള്ളിയിൽ ഞാൻ സ്വസ്ത്രക്കാഴ്ച ഇടുന്നത് എൻ്റെ പോക്കറ്റിൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പൈസയാണ് ഞാൻ അതിലിടുക. അല്ലാതെ താങ്കൾ പറയുന്ന പൈസയോ ഞാനിടുന്ന പൈസയോ അത് ഏത് നാണയമാണ്, അത് എത്ര 500 രൂപയാണോ അല്ലെങ്കിൽ 1 രൂപയാണോ എന്നുള്ളത് അത് എൻ്റെ വിശ്വാസവും എൻ്റെ അവകാശവുമല്ലേ. അതിന് ഞാൻ എന്ത് അർപ്പിക്കുന്നു എന്നുള്ളത് എൻ്റെ മനസ്സാണ്. അതിനെ ഒരു വിശ്വാസത്തിൽ സമർപ്പിക്കുന്നതിനെ പോലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ കാണുന്നത് അത് തികഞ്ഞ ബാലിശമായ ചിന്താഗതിയുടെ ഒരു ഭാഗമായിട്ടേ എനിക്കതിനെ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ തോന്നിയിട്ടുള്ള അദ്ദേഹം മാതാവിന് സമർപ്പിക്കുന്ന കിരീടം അത് എന്തുമാകട്ടെ, അത് അദ്ദേഹത്തിൻ്റെ പൈസയല്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സല്ലേ, അതൊക്കെ സ്വകാര്യതയല്ലേ. ആ സ്വകാര്യതയിലാണോ ഈ വിശ്വാസത്തെ കൂട്ടിയിണക്കുന്നത്? അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയും. ഇതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തികഞ്ഞ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം, ആ അംഗത്വത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ അത് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്ത് പിച്ചച്ചട്ടിയുമായിട്ട് ഇടുക്കിയിലെ മറിയക്കുട്ടിച്ചേടത്തി തെരുവുകളിൽ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പോയിട്ട് ആ പെൻഷൻ കിട്ടുന്നത് വരെയുള്ള സമയം സുരേഷ് ഗോപിയുടെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്ന് കിട്ടുന്ന പെൻഷനിൽ നിന്ന് ആ 1600 രൂപ വെച്ച് കൊടുക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അന്നക്കുട്ടിക്കും കൊടുക്കുന്നു, അതേപോലെ തന്നെ പാലക്കാട്ടെ 2 അമ്മമാർക്കും കൊടുക്കുന്നു. ഈ പെൻഷനിൽ നിന്ന് അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹം വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുകയോ അല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആ രാജ്യസഭയിൽ നിന്ന സമയത്തുണ്ടായിട്ടുള്ള കിട്ടിയിട്ടുള്ള സർക്കാർ കൊടുക്കുന്ന ആ ആനുകൂല്യത്തിന് അതിൽ നിന്നാണ് ഈ പെൻഷൻ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത്. അതൊരു രാഷ്ട്രീയമായിട്ട് അതിനെ കാണുകയാണെങ്കിൽ അതൊരു തെറ്റായ കാര്യമായിട്ട് ആണെന്ന് ഞങ്ങൾ പറയും. കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മത്സരിക്കും, തൃശ്ശൂരിൽ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഒരു കഴിഞ്ഞ സമയത്ത് മുതൽ പിന്നീട് പാർട്ടിയുടെ നേതാക്കന്മാർ തൃശ്ശൂരിൽ വരുന്ന സമയത്തെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപിയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന തന്നിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ പെൻഷൻ കൊടുക്കുന്നത് ഇടുക്കിയിൽ പോയിട്ടും പാലക്കാട് പോയിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. തൃശ്ശൂരിലെ ആർക്കെങ്കിലും ആണെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ.
അദ്ദേഹം അതല്ല, വേദനിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണീരിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിന് പറ്റാവുന്ന സഹായം അദ്ദേഹം ചെയ്യുന്നത്. ഇത് തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ. എയ്ഡ്സ് രോഗികളെ ആയിട്ടുള്ള കുട്ടികളെ അദ്ദേഹം പരിപാലിച്ചത് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് പലതരത്തിലുള്ള ചികിത്സ സഹായങ്ങൾ തൊട്ട് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് പറ്റാവുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിലെ അവിടുത്തെ ഒരു നിക്ഷേപകൻ്റെ വീട്ടിൽ രോഗിയായിട്ടുള്ള, മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു നിക്ഷേപകൻ്റെ ആ വീട്ടിലെ രോഗിയായിട്ടുള്ള വ്യക്തിക്ക് എല്ലാ മാസവും 1-ാം തീയതി അവർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ, ഒരു പക്ഷേ ഈ മത്സരരംഗത്ത് തന്നെയുള്ള ആളുകൾ, ഒരു കട്ടൻ ചായയോ ഒരു പരിപ്പൂടയോ അല്ലെങ്കിൽ ഒരു പനി വരുന്ന സമയത്ത് ഒരു രൂപയുടെ പാരസെറ്റാമോൾ വാങ്ങിച്ച് കൊടുത്തതായിട്ട് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. തൃശ്ശൂരിലെ ഞങ്ങളൊക്കെ ആർക്കും അതറിയില്ല, അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം 100% ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് കഴിയുന്ന, നാളെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളത് ഉത്തമ ബോധ്യം തൃശ്ശൂരിലെ ജനതയ്ക്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. തൃശ്ശൂരിൻ്റെ വികസനമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ വികസനം ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് പര്യാപ്തമായ, പ്രാപ്തനായ ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ആൾ ഇവിടെ നിന്ന് പോയാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും, വിവിധ പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് വരും. അതിലൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഈ ഗവൺമെൻറ്റിന് അനുകൂലമല്ലാതെ പോകുന്ന ആളുകൾ പാർലമെൻറ്റിലെത്തിയാൽ എന്താ കാര്യം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു MP എന്നുള്ള ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം ആ വ്യക്തിക്ക് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിവിടെ ഒന്നും കാണാനായിട്ട് കഴിയില്ല. സുരേഷ് ഗോപിക്ക് അനുകൂലമാവും അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ വികസനത്തിൽ വളരെ വ്യക്തമായി തൃശ്ശൂരിൻ്റെ മേയർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. മീഡിയ അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന രാജ്യസഭാ MP തൃശ്ശൂരിന്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ MP, അദ്ദേഹം രാജ്യസഭാ MP ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരാജയപ്പെട്ടു പോയ MP എന്ന്. ആ പരാജയപ്പെട്ടു പോയ MP തൃശ്ശൂരിന് വേണ്ടി, കോർപ്പറേഷന് വേണ്ടിയിട്ട് നൽകാമെന്ന് പറഞ്ഞ സംഖ്യ തന്നു, ആ ആവശ്യമായ പദ്ധതിക്കുള്ള പണം തന്നു എന്നും നിലവിലുള്ള തൃശ്ശൂരിലെ MP തരാമെന്ന് പറഞ്ഞ പണം തന്നില്ല എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ മേയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിന് പോലും അറിയാം. അദ്ദേഹം ഈ പ്രസ്ഥാനവുമായിട്ടോ മോദി ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ആളൊന്നുമില്ല. എന്നാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ തുറന്നു പറയേണ്ട ഘട്ടം വന്നു. അതുകൊണ്ടാണ് മീഡിയകളിലൊക്കെ അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തൃശ്ശൂരിൻ്റെ ജനതയുടെ പൾസാണ്. തൃശ്ശൂരിലെ ജനത ആഗ്രഹിക്കുന്നു തൃശ്ശൂരിനെ ഒരു ദേശീയ നിലവാരത്തിലേക്കുള്ള ഒരു സിറ്റിയായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തമായിട്ടുള്ള ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നിനും പ്രസക്തിയില്ല, വികസനം ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ബിജോയ് തോമസ് ഈ സമയത്ത് നമ്മോട് പ്രതികരിച്ചു.